ിടയിലെ 4 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പട്ടണത്തിൽ പ്രസംഗിക്കാൻ പോയി. ഇതുപോലെ കുഞ്ഞ് മീറ്റിംഗ് അല്ല, ഒരു വലിയ മീറ്റിംഗ്. 2000 നമ്പേഴ്സ് എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഏറ്റവും അടുത്ത സ്ത്രീകളുടെ ഭാഗത്ത് ഒന്നാമത്തെ കസേരയിലിരുന്ന ആന്റി, ആ സ്ത്രീ പ്രസംഗം ആസ്വദിക്കുകയായിരുന്നു. ഈ ആസ്വാദകർ 3-4 പേരുണ്ടെങ്കിൽ പിന്നെ പ്രസംഗിക്കാനൊരു സുഖമാണ്. ഈ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അവർ ചിരിക്കേണ്ട കാര്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും, കരയേണ്ട കാര്യം പറഞ്ഞാൽ കരയും, അമ്പരപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങോട്ട് പോരും, പിടുത്തം പെടുമ്പോ ഠിംന്ന് താഴെയിരിക്കും. അതിന്റെ പേരായി ആസ്വാദനം എന്ന് പറയുന്നത്. പക്ഷേ തൊഴുത്തിന്റെ മുമ്പിൽ മനുഷ്യരോട് പറഞ്ഞാലേ ഈ ആസ്വാദനം ഉണ്ടാവുള്ളൂ. തൊഴുത്തിന്റെ മുമ്പിൽ പോയി നിന്ന് പ്രസംഗിച്ച പ്രസംഗം തുടങ്ങുമ്പോ പോത്ത് ഇങ്ങനെ നോക്കും, പ്രസംഗം തീരുമ്പോഴും ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. തൊഴുത്തിനും വീടിനും നടുവിലാണ് നിപ്പ്. ഇവിടെ ഏതായാലും ഭൂരിപക്ഷവും വീട്ടുവാസികളാണ്. പക്ഷെ തൊഴുത്തുവാസികളും വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും മസിൽ പിടിച്ചിരിക്കുന്നവർ പൊട്ടിപ്പോകുവാന്നാ എന്റെ പേടി. പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ വലിയൊരു ആസ്വാദകയാണ്. എന്റെ പ്രസംഗത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ആസ്വാദകരുണ്ടെങ്കിൽ പ്രസംഗത്തിന് വല്ലാത്തൊരൊഴുക്ക. പ്രസംഗം കഴിഞ്ഞ് കസേരയിലിരുന്ന് പോയി ആന്റി ഓടി വന്നു, അച്ഛാ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു, എന്റെ ആന്റി, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം പറഞ്ഞിട്ടില്ല. അപ്പൊ ആന്റി പറഞ്ഞു, അച്ഛാ നാളെ ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അതെന്തേലും ചോദിച്ചു. അത് ഇവിടുത്തെ വികാരി അച്ഛനെ തീരുമാനിക്കുക. അയ്യോ, വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞു, വന്നാ കുഴപ്പമില്ല, വന്നേക്കാന്ന് പറഞ്ഞു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാനും വികാരി അച്ഛനും കൂടെ അവിടെ കയറി ചെന്നു. ഒരു മർത്തോമാ പള്ളിയിലാണ് ഞാൻ അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, കയറി ചെന്നു. ഈ ആന്റി വെളുക്ക ചിരിച്ച്, എപ്പോഴും ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അവരെന്നെ ഹാർദവുമായി സ്വീകരിച്ചു, സെറ്റിയിലിരുത്തി, അപ്പൊ തന്നെ ഭക്ഷണം വിളമ്പി, 10-26 കൂട്ടം കറികളുമായിട്ടൊരു സദ്യ. ഇത് കേട്ടേച്ച് നിങ്ങളൊന്നും അങ്ങനെ സദ്യ ഒരുക്കില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വന്നപ്പോ തന്നെ ഒന്നും തിന്നാൻ മേലാണ്ടായി. അത് പിന്നെ ഒരു കഥയാ. ദൈവമക്കളെ ഇരിക്കട്ടെ, ഈ സ്ത്രീ എനിക്ക് ഭക്ഷണം വിളമ്പി, ഞാനതെല്ലാം തിന്ന് തൃപ്തിപ്പെട്ടു. ഭക്ഷണം കഴിഞ്ഞ പാടെ വികാരി അച്ഛൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം, അച്ഛൻ ഇവിടെ ഇരിക്കുക, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സാവധാനം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങ് പോയി. ഞാൻ ഇവിടെ ഇരുന്നു. ആന്റിയും ഭർത്താവും മക്കളും കഴിച്ചിട്ട് വന്നു. ആ സ്ത്രീ വീട്ടിലെല്ലാ കാര്യവും നോക്കുന്നത് അവരാ. ഭർത്താവ് ഇങ്ങനെ മിണ്ടാതിരിക്കും. ആളത്ര മിടുക്കനല്ല എന്ന് പറയരുത്, വളരെ വലിയ മിടുക്കനാണ്. ഞാൻ ഇപ്പൊ പറയാം. ദൈവമക്കളെ, ഈ മനുഷ്യൻ ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പായ വിരിച്ചിട്ടുണ്ട്. ആ വീട്ടില് ഫുൾ ടൈം ആ പായ വിരിച്ചിട്ടിരിക്കുന്നു, തെറുക്കാറില്ല. ഫുൾ ടൈം ആ വീട്ടിൽ പ്രയർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആയുസിൽ ഒരിക്കലും പായ വിരിക്കാറില്ല എന്ന് എനിക്കറിയാം. സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ ഇരിക്കട്ടെ, ഈ പായിൽ വന്നിരുന്നു ആ സ്ത്രീ. ആന്റി, നമുക്ക് പ്രാർത്ഥിച്ചാലോ? അച്ഛ, ഒരു വിഷയം പറയാനുണ്ട്. എന്താ അത്? അച്ഛന് ഒന്നും തോന്നരുത്, അച്ഛനെ ഞങ്ങൾ സ്വീകരിച്ച് സൽക്കരിച്ച ഈ വീട് ഞങ്ങളുടെ സ്വന്തം വീടല്ല. എന്താ ആന്റി അങ്ങനെ? അച്ഛ, ഇത് വാടക വീടാ, ഞങ്ങളിപ്പോ വാടകയ്ക്ക് താമസിക്കുക ഇവിടെ. അച്ഛനിരിക്കുന്ന കസേര, അച്ഛൻ ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, ഈ വീട്ടിലുള്ള ഒരു ഫർണിച്ചറും എന്റെ സ്വന്തമല്ല, ഉടുതുണി മാത്രം. എന്തെന്റി? അച്ഛോ, ഈ പട്ടണത്തിൽ 12 ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. കോടീശ്വരന്മാരായി വാണവരാ. 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, 3 നില, 3 ജോലിക്കാർ സ്ഥിര വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു കൊച്ചമ്മയായിട്ടൊക്കെ വാണവള. ഇപ്പൊ അച്ഛാ ഞാൻ വാടക വീട്ടിൽ താമസിക്കുക. എന്താ ആന്റി? അതെ, എന്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മിടുക്കനാണ്. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട് കാര്യമായിട്ട് അങ്ങ് ബിസിനസ് ചെയ്ത് പൊട്ടി. അവസാനം കടം വിട്ടാൻ നിവൃത്തിയില്ലാതെ 12 ഹെക്ടറും വിറ്റു. അവസാനത്തെ സാധനങ്ങളും വിറ്റു. ഇനി ഒന്നും വിൽക്കാൻ ബാക്കിയില്ല, പാത്രം വരെ വിറ്റു. എന്നീ ഗതിയിലായി ആന്റി. അപ്പോ ഈ വീട്, അച്ഛാ, ഈ വീടിന് 3000 രൂപ മാസ വാടക. 3 കൊല്ലമായി ഈ വീട്ടിൽ താമസിക്കുന്നു. 1 രൂപ ഇന്ന് വരെ വാടക കൊടുത്തിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല, കൊടുക്കാനില്ല എന്നിട്ടാ. അപ്പൊ ആന്റി, കടമൊക്കെ തീർന്നോ? ഇല്ല അച്ഛാ, എനിക്കൊരു ഇത്തിരി കൂടി കടമുണ്ട്. എത്ര കടമുണ്ട് ആന്റി? വളരെ കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോ നിസ്സാരപ്പെട്ട കടമുള്ളൂ. എന്നാലും ആന്റി എത്ര കടം? അത് പറയാൻ മാത്രമില്ല അച്ഛാ, വളരെ കുറച്ചേ ഉള്ളൂ. പറയാൻ ആന്റി ഏതായാലും പ്രാർത്ഥിക്കാൻ പോവല്ലേ, എത്ര കടമുണ്ട്? എന്നത് 1,40,00,000 രൂപ കൂടി ഇനി കടമുണ്ട്. വളരെ നിസ്സാരമായി. 10,000 രൂപ കടമുണ്ടായിട്ട് തൂങ്ങിച്ചാവാൻ കയറ് മേടിക്കാൻ കാശില്ലഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പ്രസംഗിക്കാൻ വന്ന അച്ഛൻ തരുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചത്തേക്കാന്ന് ഓർത്ത് ചിലരിവിടെ വന്നിട്ടുണ്ട്. കയറ് മേടിക്കാനുള്ള കാശ് അച്ഛൻ തരുമെങ്കിൽ 10,000 രൂപ കടമുണ്ടായിട്ട്, 1,40,00,000 രൂപ കടമുണ്ടായിട്ട് ഈ സ്ത്രീ ചിരിക്കുന്നു. ഞെട്ടിപ്പോയി ഞാൻ. ആന്റി, ഇത്ര വലിയ കടബാധ്യത ജീവിതത്തിൽ നിലനിൽക്കുമ്പോ നിങ്ങൾ എങ്ങനെ ചിരിക്കും? നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? അതോ നിങ്ങൾ ചിരി അഭിനയിക്കുകയാണോ? ഈ സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിന്ന് നെഞ്ചിൽ 2 തെട്ട് തട്ടിയിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ആരാന്ന് അച്ഛൻ അറിയാമോ?
ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അച്ഛാ, ഞാൻ സ്വർഗത്തിലെ സമ്പന്നനായ അപ്പച്ചന്റെ മോളാണച്ചോ. എന്റെ അപ്പൻ സമ്പന്നനായിരിക്കുന്നിടത്തോളം എന്റെ മുഖം വാടില്ലച്ചോ. ഞാൻ ഈ വേദപുസ്തകം ചുമക്കുന്നത് വെറുതെയല്ലച്ചോ. എന്റെ യേശു സമ്പന്നനായ അപ്പച്ചനാണെങ്കിൽ ഞാൻ കരയാൻ പാടില്ല. അതെന്റെ അപ്പന് നാണക്കേടാ. അവൻ എന്റെ കടം വിട്ടു. ആന്റി ഇങ്ങനെ പറഞ്ഞ ദൈവം നൂലെ കെട്ടി ഇറക്കി തരും ആന്റി. എനിക്ക് ഉറപ്പാ എന്റെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരും. അതൊരു വിശ്വാസി, ദൈവത്തെ അറിഞ്ഞ ഒരു സ്ത്രീ. ഹല്ലേലൂയ. ഇതിങ്ങനെ പറഞ്ഞിരിക്കെ ഒരു കാർ ഈ വീടിന്റെ പോർച്ചിൽ വന്ന് കൊടുങ്കാറ്റ് വേഗത്തിൽ ചീറി നിന്നു. ആന്റി തട്ടിപ്പടഞ്ഞെഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റു. ഇതെന്താ സംഭവം എന്നറിയില്ല. ഭയങ്കര ബ്രേക്കായിരുന്നു, കിർന്ന് കേട്ടു. ഈ സ്ത്രീ ഓടിച്ചെന്ന് പുറകെ ഞാനും ചെന്നപ്പോ ഒരു മനുഷ്യൻ കാറിൽ നിന്നിറങ്ങി. അങ്കിളേ വാ ഇരിക്കെ എന്ന് പറഞ്ഞൊരൊറ്റ വിളി. ഈ മനുഷ്യൻ അകത്തേക്ക് കയറി, വലിയൊരു മനുഷ്യൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരും മനസ്സിലായില്ല. അതെ അച്ഛാ, ഇവള് പരിചയപ്പെടുത്താൻ നിന്ന ഇത്ര കോംപ്ലിക്കേഷൻ ഞാൻ തന്നെ അങ്ങ് പരിചയപ്പെടുത്താം. അതെ അച്ഛാ, എന്റെ പേര് ഇന്നതാ. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായി ഈ വീട്ടിലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മുടങ്ങാതെ വരും. എന്നും വരും. ഇന്നിപ്പോ 2ാമത്തെ വിസിറ്റായത്. രാവിലെ വന്നിട്ട് പോയതാ. അപ്പൊ അച്ഛൻ വിചാരിക്കും ഞാൻ വീട്ടിലെ ബന്ധുവായിരിക്കും, എന്തെങ്കിലും സ്വന്തമായിരിക്കും. അല്ല അച്ഛൻ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെന്താ വരുന്നതെന്നായിരിക്കും അച്ഛൻ വിചാരിക്കുന്നത്. അച്ഛാ, ഈ ഇരിക്കുന്ന സ്ത്രീയും അവളുടെ ഭർത്താവും കൂടെ എനിക്ക് 40 ലക്ഷം രൂപ തരാനുണ്ട്. വായ്പ കൊടുത്തതാ 40 ലക്ഷം രൂപ. അത് വാങ്ങാനാ ഞാൻ ഈ വരണത്. ആദ്യമൊക്കെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഇനിയൊന്നും വിൽക്കാൻ ബാക്കിയില്ല. എനിക്ക് നിശ്ചിതം മനസ്സിലായി. പക്ഷെ ഈ പെണ്ണുണ്ടല്ലോ, ഇവള് വേദവസം നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഭയങ്കര പ്രസംഗമാണ്. എപ്പോഴും അവള് ഭയങ്കര ഉപദേശിച്ച് എല്ലാ വീട്ടിലും കയറി പ്രാർത്ഥനയെ ആശ്വസിപ്പിക്കില്ല. എന്റെ കാശോട്ട് തരുന്നുമില്ല. എന്താ എവളെ നാണം കെടുത്തിട്ടുള്ളതെന്ന് വിചാരിച്ചു. അച്ഛാ, 6 മാസം മുമ്പ് മുതൽ ഞാനൊരു തീരുമാനം എടുത്തു. എവളോട് 4 തെറി പറയണം. കോളനി പോലെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മൾ അവിടെ വിശുദ്ധിയായിട്ടാണ് വാഴണത്. എന്നാൽ പിന്നെ ഇവളുടെ ആ സ്വഭാവം 4 പേരെ ഒന്ന് അറിയിക്കണം. 10 തെറി എന്തായാലും പറഞ്ഞിട്ടുള്ളൂ. അച്ഛാ, എനിക്ക് ഈ സ്വഭാവം ഇത് പറഞ്ഞിട്ടുള്ള ശീലമില്ല. അതുകൊണ്ട് ഞാൻ എഴുതി വായിച്ച് പഠിച്ചു ഇവളോട് 10 തെറി പറയാൻ. കാണാപ്പാടം പഠിച്ചു വെച്ചാ ഇത് മറന്നു പോകാണ്ടിരിക്കാൻ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് ആവർത്തിച്ച് പറഞ്ഞോണ്ട് ഇറങ്ങുമ്പോൾ മുതൽ പ്രസംഗം തുടങ്ങുന്ന നിർത്താ പറഞ്ഞേ. അച്ഛാ, കാർ അങ്ങ് നിർത്തുമ്പോ അങ്കിളേ എന്നൊരു വിളിയുണ്ട്. പറയാൻ വന്ന സകല തെറി ഞാൻ മറന്നു വെച്ചു. ഇന്ന് അതന്നെ ഉണ്ടായത്. ബാങ്കളെ ഇരിക്കങ്ങളെ, കാപ്പി, ചായ, പാല്, ഹോർലിക്സ്. എന്റെ അച്ഛാ ആകെ ടെൻഷനായി. ഞാൻ അകത്ത് കയറിയിരുന്നു. എടി അച്ഛാ, ഞാൻ പോവാ. അങ്കിളെ പോവല്ലേ, അങ്കിളെ പ്രാർത്ഥിക്കാച്ച. ഈ പായ ഞാൻ 3 കൊല്ലമായിട്ട് കാണുന്നു ഇവിടെ വിരിച്ചിട്ടിരിക്കുക. അവളിവിടെ മുട്ടുകുത്തി എനിക്ക് വേണ്ടി ചങ്കത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാച്ച. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്ക് സമാധാനം. ഞാൻ പോകും. അച്ഛാ, എനിക്ക് കിട്ടാനുള്ള 40 ലക്ഷം രൂപയും പ്രാർത്ഥിച്ച് തീരുള്ളൂ എന്നാ തോന്നണേ. എന്നാലും എനിക്ക് പരാതിയില്ല അച്ഛാ. ഈ പെൺകുട്ടി ഇതൊരു അത്ഭുത സൃഷ്ടിയാണ്. സത്യം, ആ സ്ത്രീ ഒരു അത്ഭുത സൃഷ്ടിയാണ്. നിങ്ങൾ പറ, കടബാധ്യത മധ്യത്തിൽ നീറിപ്പിടഞ്ഞ് ഒളിച്ചോടാനും ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങുന്ന തലമുറ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ? കയ്യിരിപ്പ് ദോഷം കൊണ്ട് വന്നതാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഈ സ്ത്രീ പാപം അതിന്റെ ഭർത്താവ് ഉണ്ടാക്കി തീർത്ത കുറ്റമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. 4 വർഷം പിന്നിടുമ്പോ എന്താണ് ഉണ്ടായത്? ആ സ്ത്രീക്ക് 2 മക്കളാ, ഒരു മോനോ ഒരു മോൾ. ആ മോനോ അമ്മ ഭക്തിയിൽ വളർത്തിയ ഒരു കുട്ടിയാണ്. അവന് എഞ്ചിനീയറിംഗ് പാസ്സാകുന്നതിന് മുമ്പ് ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തി അവന്റെ സാമർഥ്യം കണ്ടിട്ട് ഒരു അമേരിക്കൻ മൾട്ടി ഇന്റർനാഷണൽ കമ്പനി അവനെ കൊണ്ടുപോയി. അത് ഒരു സായിപ്പിന്റെ കമ്പനിയാണ്. അവൻ അവിടെ ചെന്നു. അവന് കൊടുത്ത സകല ജോലിയും വളരെ പക്വതയോടെ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും. 5 മിനിറ്റ് ഫ്രീ കിട്ടിയാൽ അവൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. രഹസ്യ ക്യാമറയിലൂടെ 6 മാസം തന്റെ എല്ലാ തൊഴിലാളികളെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഈ ബുദ്ധിമാനായ സായിപ്പ് കുട്ടിയെ ശരിക്കും കണ്ട് ബോധ്യപ്പെട്ടു. ഇവന്റെ ഈ പ്രാർത്ഥന ജീവിതം കണ്ടിട്ട് വലിയ ആകർഷക തോന്നി. അവനെ വിളിച്ചു, മോനെ, നീ എന്റെ കമ്പനിയിൽ വന്നിട്ട് 6 മാസം തികഞ്ഞു. നിന്നെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ ഇത്ര നല്ല ഒരു ക്യാരക്ടർ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്തേ നീ ഇങ്ങനെ ഇത്ര നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരുപാട് കരയുന്നുണ്ടല്ലോ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അപ്പൊ അവൻ പറഞ്ഞു, സർ, എനിക്ക് ഇങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. എന്റെ അമ്മ പാവമാണ്. ഇങ്ങനെ ഒരുപാട് കടബാധ്യതയുണ്ട്. എന്റെ അമ്മ എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കും, മോനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ മമ്മി എന്നെ പഠിപ്പിച്ച ഒരൊറ്റ കാര്യം, മോനെ എപ്പോഴും 1 മിനിറ്റ് കിട്ടിയാൽ നീ പ്രാർത്ഥിക്കണം. അതാ സാർ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മമ്മിയുടെ സങ്കടം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഈ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു. മൈ സൺ, നോക്ക്, ഞാൻ മക്കളില്ലാത്തൊരു മനുഷ്യനാണ്. കോടാനുകോടികളുടെ സമ്പത്തുണ്ട് എനിക്ക്. ഞാൻ നിന്നെ ദത്തെടുക്കട്ടെ? ഈ കമ്പനി മുഴുവൻ ഞാൻ നിന്റെ പേരിൽ എഴുതി തരാം. അവൻ പറഞ്ഞു, നോ സാർ, ഞാൻ അനാഥനല്ല. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്. വേറൊരാൾ എന്നെ ദത്തെടുത്ത് കഴിഞ്ഞതാണ്, സ്വർഗത്തിലെ ദൈവം. ഇനി ഒരു ദത്തെടുപ്പ് അത് വേണ്ട. നോ, ഞാനതൊരിക്കലും സമ്മതിക്കില്ല. കുട്ടി, എനിക്ക് നിന്നെ വിടാൻ പറ്റുന്നില്ല. നിന്റെ മമ്മിയുടെ കടബാധ്യത ഞാൻ അങ്ങ് ഏറ്റെടുക്കട്ടെ? നോ സാർ, അത് ഞാൻ എന്റെ അധ്വാനം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പണിയെടുത്ത് വിട്ടു. ഈ മനുഷ്യൻ വിട്ടില്ല. 1 കോടി രൂപയുടെ ഒരു ചെക്ക് എഴുതി കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. നീ നിന്റെ മമ്മിയുടെ കടം വിട്ടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നോ സർ, നോ, നീ ഇത് കടം വിട്ട് ഞാനിത് നിനക്ക് തന്ന. നോ സർ, നോ,
ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്ത് ഈ കടം വീട്ടാൻ എന്നെ അനുവദിച്ചാൽ ഞാനത് സ്വീകരിക്കാം. ഓക്കെ, എന്റെ ആയുസ് മുഴുവൻ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കും സാർ. അവൻ അന്ന് കൊടുക്കുന്ന ശമ്പളം 60,000 rupees. അവനാ ചെക്കുമായിട്ട് പോയി മമ്മിയുടെ കടം വീട്ടാൻ മമ്മിയെ സഹായിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോ പുതിയൊരു ഓർഡർ. അവന്റെ ഒരു മാസത്തെ ശമ്പളം 5 lakhs rupees. ഇത് കൊടുക്കാൻ അതിന് ഓണർക്ക് റൈറ്റ് ഉണ്ടല്ലോ. അമ്പരപ്പിക്കണം നമ്മളെ ദൈവത്തിന്റെ ഇടപെടൽ. ഹല്ലേലൂയ. ആ കുട്ടിയുടെ അമ്മയുടെ കടബാധ്യതകളെല്ലാം തീർത്തു. അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി. കഴിഞ്ഞ 2 മാസം മുമ്പ് അവരുടെ വീട്ടിൽ ഞാനൊരു ഉച്ചഭക്ഷണം കഴിച്ചു. ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു വീഴുമ്പോ ആ അമ്മ പറഞ്ഞ വാക്ക്, എന്റെ അപ്പൻ സമ്പന്നനാണ്, അവൻ നൂലിൽ കെട്ടി ഇറക്കി തരുമച്ചോ. ഇതിന്റെ പേരാ ഫെയ്ത്ത്, നിഷ്കളങ്കമായ വിശ്വാസം. നീ തകർന്നു വീണു പോകല്ലേ. അറിയണം ഈ ദൈവത്തെ, അവൻ സമ്പന്നനാണ്. അറിഞ്ഞവർക്ക് അവൻ എന്നും കൂട്ടാളിയാണ്. എന്റെ ജീവിതത്തിൽ ഞാനത് രുചിച്ചതാണ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികാരത്തോടെ സംസാരിക്കുന്നത്. ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വായുവിലൂടെ നടക്കുകയായിരുന്നു. ഞാൻ അന്ന് ജീവിതത്തിൽ അനുഭവിച്ച വല്ലാത്തൊരനുഭൂതി. ഞാനൊരു വിശ്വാസിയെ കണ്ടു. യെസ്, ഞാൻ അവിടെ നിന്ന്